അപ്പോൾ നമ്മൾ അതുപോലെ എന്ത് ചെയ്യുക, അടുത്ത ഇൻ്റർവെല്ലും ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ ഇൻ്റർവെൽ ഇതാണ്, -1,1 ആണ് ഇൻ്റർവെൽ. സോ ഇതിനിടയിൽ വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഓരോ ടേമിൻ്റെയും സൈൻ ഏതാണെന്ന് നോക്കുക. സോ ഇവിടെ ആദ്യമേ 6 ആണ്, അതെന്തായിരിക്കും, ഉറപ്പായിട്ട് പോസിറ്റീവാണ്. ആദ്യമേ എന്ത് ചെയ്തത്, അവിടെ പോസിറ്റീവ് കൊടുത്തു. രണ്ടാമത്തെ ഇവിടെ -1നും 1നും ഇടയ്ക്ക് വരുന്നൊരു വാല്യൂ 0 ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, -1നും +1നും ഇടയ്ക്ക് 0 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. സോ എന്ത് ചെയ്യുക, ഇവിടെ എക്സിന് പകരം നമ്മൾ ഈ ടേമിൽ x-3 എന്ന് പറഞ്ഞ ടേമിൽ എക്സിന് പകരം 0 എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് അകത്ത് നെഗറ്റീവ് വന്നാലും എന്താകും, സ്ക്വയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആകും. സോ ഉറപ്പായിട്ടും ഇവിടെ എക്സിന് പകരം ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും രണ്ടാമത്തെ ടൈം എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അവിടെ പോസിറ്റീവ് കൊടുത്തു. വീണ്ടും അടുത്ത ടൈം എന്താണ്, x+1 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, സ്ക്വയർ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, എന്തായിരിക്കും, അത് ഉറപ്പായിട്ടും എക്സിന് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ലാസ്റ്റ് കിട്ടുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ തന്നെ ആയിരിക്കും. സോ ഈ ടേമിൻ്റെയും സൈൻ എന്താണ്, അവിടെ പോസിറ്റീവ് ആണെന്ന് കിട്ടി. ലാസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, എക്സിന് പകരം കൊടുക്കുക 0 ആണ്. അപ്പോൾ 0 - 1 എന്ന് വരും. അപ്പോൾ 0 - 1 -1 ആണ്. സോ എന്തായിരിക്കും, ഈ ടേം കിട്ടിയത് നെഗറ്റീവാണ്. സോ ലാസ്റ്റ് ടേം എന്താ, നെഗറ്റീവ് കിട്ടി. സോ നോക്കുക, ഇവിടെ ഒരു നെഗറ്റീവും ബാക്കി 3 പോസിറ്റീവാണ്. സോ ഈ ഒരു പോസിറ്റീവ് നമ്പറിനെ നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിരിക്കും ലാസ്റ്റ് കിട്ടുക. അപ്പോൾ നെഗറ്റീവ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എഫ് ഡിക്രീസിങ് എന്നാണ്. വീണ്ടും അടുത്ത ഇൻ്റർവെല് 1,3 ആണ്. സോ ഈ ഒരു ഇൻ്റർവെൽ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ഓരോ ഫംഗ്ഷൻ്റെ സൈൻ നോക്കുക. അപ്പോൾ ആദ്യത്തെ 6 എപ്പോഴും പോസിറ്റീവാണ്. ഇവിടെ എന്ത് ചെയ്യുക, എക്സിന് പകരം 1നും 3ക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ. അപ്പോൾ നമുക്ക് 2 എടുക്കാൻ പറ്റും. ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ 2-3 വരും. സ്ക്വയർ ആണെങ്കിൽ എന്തായിരിക്കും, അത് പോസിറ്റീവാണ്. ഇവിടെയും സ്ക്വയർ ആയതുകൊണ്ട് ആ ടൈമും പോസിറ്റീവാണ്. ലാസ്റ്റ് ടൈം നോക്കുക, ഇവിടെ നമ്മൾ കൊടുത്ത വാല്യൂ എന്താണ്, ഒരു 2 എന്നാണ് കൊടുത്തത്. അപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 - 1 എന്നാണ് കിട്ടുക. അപ്പോൾ കിട്ടിയ 1 എന്താണ്, പോസിറ്റീവാണ്. സോ എന്ത് ചെയ്യുക, ലാസ്റ്റ് ടൈം നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് എന്നായിരിക്കും. സോ ഇവിടെ 4 ടൈമും പോസിറ്റീവാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റും എന്തായിരിക്കും, ഉറപ്പായിട്ടും പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എഫ് ഇൻക്രീസിങ് എന്നാണ്. അപ്പോൾ അവിടെ എന്ത് കിട്ടി, നമുക്ക് ഇൻക്രീസിങ് എന്ന് കിട്ടി. അതുപോലെ അടുത്ത ലാസ്റ്റ് ഇൻ്റർവെൽ നോക്കുക, അത് 3,∞ ആണ്. അപ്പോൾ 3,∞ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നമ്പറും എന്തായിരിക്കും, ആ ഇൻ്റർവെലിനകത്ത് വരുന്ന എല്ലാ വാല്യൂസും പോസിറ്റീവാണ്. സോ എന്ത് ചെയ്യുക, ആദ്യത്തെ ടൈം 6 പോസിറ്റീവാണ്. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ടൈമുകൾ പോസിറ്റീവാണ്. ഇവിടെ കൊടുക്കുന്ന എക്സിൻ്റെ വാല്യൂസ് 3യേക്കാൾ കൂടിയ ഒരു പോസിറ്റീവ് നമ്പറാണ്. ഇവിടെ എക്സിൻ്റെ പകരം 3യോ അതിൽ കൂടുതലോ ആയിട്ടുള്ള പോസിറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ ഈ ടൈം എന്തായേ പറ്റൂ, അത് പോസിറ്റീവായിരിക്കും. അപ്പോൾ 4ഓ 5ഓ 6ഓ ഏത് വന്നാലും എന്തായിരിക്കും, ഈ ടൈം പോസിറ്റീവാണ്. സോ ലാസ്റ്റ് ടൈം എന്ത് കിട്ടി, നമുക്ക് പോസിറ്റീവ് എന്ന് കിട്ടി. അപ്പോൾ 4 ടൈമും പോസിറ്റീവ് ആണെങ്കിൽ ലാസ്റ്റ് എന്തായിരിക്കും, ഇതിൻ്റെ പ്രോഡക്റ്റും പോസിറ്റീവാണ്. സോ എന്തായിരിക്കും, അവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് എന്ന് കിട്ടി. അപ്പോൾ നോക്കുക, നിങ്ങൾ ആദ്യം കിട്ടിയ 2 ഫംഗ്ഷൻസ്, അതായത് -∞ -1ലും അതുപോലെ -1,1 ഈ 2 ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ് ആണ്. അതുപോലെ ലാസ്റ്റ് 2 1,3ലും 3,∞ എന്താണ്, ഈ 2 ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ ഇൻക്രീസിങ്ങുമാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 8ാമത്തെ ചോദ്യമാണ്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് y = x × x-2 ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. തന്നിരിക്കുന്ന y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുമ്പോഴുള്ള എക്സിൻ്റെ വാല്യൂസാണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്ന ഇൻ്റർവെൽസ് ഏതൊക്കെയാണെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് നോക്കുക. അപ്പോൾ ആദ്യമേ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, y എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് വേണ്ടേ. അതിനു മുമ്പ് അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യമേ ഫംഗ്ഷൻ ഇതായിരുന്നു, y = x × x-2 ആണ്. അപ്പോൾ അകത്തുള്ള ഈ ഒരു ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ x × x² എന്നും x × -2 -2x എന്നും അകത്ത് വരും. സോ പുറത്തുള്ള ഹോൾ സ്ക്വയർ അതുപോലെ. അപ്പോൾ ഫംഗ്ഷൻ മാറി, x² - 2x² എന്ന് മാറി. ഇനി എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, f' എടുക്കുക. ഇവിടെ y ആയതുകൊണ്ട് dy/dx = ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ അകത്തുള്ള ഇത്രയും ഫംഗ്ഷന് പകരം x എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് x² ഫോമിലാണ്. അപ്പോൾ നമുക്കറിയാം x² ഡെറിവേറ്റീവ് 2x ആണ്. സോ 2 × x പകരം x² - 2x എന്ന് വന്നു. അകത്തുള്ള ഫംഗ്ഷൻ അതുപോലെ കൊടുത്തു. തീർന്നില്ല, ഇവിടെ അകത്തുള്ള x² - 2x എന്ന് പറയുന്ന കോ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൂടെ എടുക്കണം. സോ x² ഡെറിവേറ്റീവ് 2x എന്ന് വരും, മൈനസ് അതുപോലെ ഇവിടെ 2x ഡെറിവേറ്റീവ് 2 ആണ്.
സോ കോഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ എന്ത് ചെയ്തു, ഡെറിവേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റുള്ള ഈ രണ്ട് ടേമിൽ നിന്ന് ഇവിടെ ഒരു 2 കോമൺ ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. സോ എന്ത് ചെയ്യുക, ഈ രണ്ട് ടേമിൽ നിന്നും ഒരു 2 പുറത്ത് വെച്ചു. അതുപോലെ ആദ്യത്തെ ഈ രണ്ട് ടേമുകൾ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ എന്തുണ്ട് ഒരു എക്സ് കോമൺ എടുക്കാൻ പറ്റും. സോ ഈ രണ്ട് ടേമിൽ നിന്ന് ഒരു എക്സും കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ഉണ്ട്, ഇവിടുന്ന് 2 പുറത്ത് വരുമ്പോൾ 2 × 2 4 എന്നാവും. ഈ ടേമിൽ നിന്ന് ഒരു എക്സ് കോമൺ എടുത്താൽ 4x എന്നായി. ബാക്കി അകത്ത് വരിക x - 2 × x - 1 എന്നാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ വാല്യൂ ഇതാണ്. f'(x)ൻ്റെ വാല്യൂ 4x × x - 1 × x - 2 എന്നാണ് f'(x) കിട്ടിയത്. ഇനി എന്ത് ചെയ്യുക, ഇതിൽ ഓരോ ടൈമായിട്ട് നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂസ് എടുക്കുക. അപ്പോൾ ആദ്യത്തെ ടൈം 4x ആണ്. ഈ 4xനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ എക്സിൻ്റെ വാല്യൂ 0 കിട്ടി. വീണ്ടും അടുത്ത ടൈം x - 1 ആണ്. ഈ ടൈമിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ +1 എന്ന് കിട്ടും. സോ രണ്ടാമത്തെ വാല്യൂ +1 ആണ്. വീണ്ടും മൂന്നാമത്തെ ടൈം x - 3 എന്ത് ചെയ്യുന്നു, x - 2വിനെയും 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ 2 എന്നായിരിക്കും. സോ ഇവിടെ കിട്ടിയ എക്സിന് 3 വാല്യൂസ് ഉണ്ട്. ഒന്ന് 0, 1, 2 അങ്ങനെ 3 വാല്യൂസ് കിട്ടി. സോ എന്ത് ചെയ്യുക, നമ്പർ ലൈൻ വരയ്ക്കുക. നമ്പർ ലൈനിൽ ഈ 3 കിട്ടിയ വാല്യൂസ് കറക്റ്റ് ഓർഡറിൽ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. സോ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ -∞ ആയിരിക്കും, അടുത്ത 0, 1, 2, അടുത്ത ഏറ്റവും റൈറ്റ് സൈഡിൽ ∞. ഈ 4 പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഇതിൽ നിന്നും ഇൻ്റർവെൽസ് മേക്ക് ചെയ്യാം. സോ ഇവിടെ ആദ്യത്തെ ഇൻ്റർവെൽ എടുക്കാം. -∞ 0 വരെ ഒന്നാമത്തെ ഇൻ്റർവെൽ, അത് കഴിഞ്ഞ് 0 മുതൽ 1 വരെ രണ്ടാമത്തെ ഇൻ്റർവെൽ, 1 മുതൽ 2 വരെ മൂന്നാമത്തെ ഇൻ്റർവെൽ, 2 മുതൽ ∞ വരെ നാലാമത്തെ ഇൻ്റർവെൽ. അപ്പോൾ 4 ഇൻ്റർവെൽ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ആ 4 ഇൻ്റർവെൽസ് താഴേക്ക് എഴുതുക. ഇവിടെ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഡെറിവേറ്റീവാണ് എഴുതേണ്ടത്. ഇനി ഓരോ ഇൻ്റർവെല്ലും ഇതിലെ ഓരോ ഫംഗ്ഷൻ്റെ സൈൻ നോക്കുക. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെൽ നോക്കുകയാണെങ്കിൽ അത് -∞ മുതൽ 0 വരെയാണ്. അപ്പോൾ -∞ മുതൽ 0 വരെ കിടക്കുന്ന എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ആലോചിക്കേണ്ട കാര്യം, -∞ മുതൽ 0 വരെയുള്ള എല്ലാ വാല്യൂസും -∞ക്കും 0ക്കും ഇടയ്ക്ക് വരുന്ന വാല്യൂസ് എല്ലാം നെഗറ്റീവാണ്. സോ ഇവിടെ ആദ്യത്തെ 4x ആണ് ആദ്യത്തെ ടൈം. സോ 4xൻ്റെ സൈൻ എന്തായിരിക്കും, ഇവിടെ എക്സിനകത്ത് നെഗറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 4xൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂസ് എല്ലാം എന്താണ്, നെഗറ്റീവാണ്. സോ 4 ഒരു നെഗറ്റീവ് നമ്പർ അത് നെഗറ്റീവ് ആയിരിക്കും, ആദ്യത്തെ ടൈം നെഗറ്റീവ്. വീണ്ടും നോക്കുക, x - 1ൻ്റെ സൈൻ ഇവിടെ എക്സിന് കൊടുക്കുന്നത് എന്തായിരിക്കും, ഒരു നെഗറ്റീവ് നമ്പറെ കൊടുക്കുക. അപ്പോൾ നെഗറ്റീവ് മൈനസ് നെഗറ്റീവ് എന്നാണ് വരുന്നത്. സോ എന്തായിരിക്കും, ഈ ടേമും എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അടുത്ത ടേമും x - 2 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, എക്സിന് പകരം ഒരു നെഗറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇതും ഒരു നെഗറ്റീവ് വാല്യൂസേ കിട്ടും. നമ്മൾ ഡൗട്ട് കൊണ്ട് എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ നോക്കുക. ജസ്റ്റ് ഒരു -4 എന്ന് കൊടുത്ത് നോക്കുക. ഇവിടെ എക്സിന് പകരം -4 കൊടുത്തു കഴിഞ്ഞാൽ -4 -2 എന്താണ്, അത് -6 ആണ്. സോ കിട്ടുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ മൂന്നാമത്തെ വാല്യൂവും നെഗറ്റീവാണ്. ഇനി എന്ത് ചെയ്യുക, ഈ 3 നെഗറ്റീവിൻ്റെ പ്രോഡക്റ്റ് എന്താണ് നോക്കുക. -(-) ഇപ്പോൾ 2 നെഗറ്റീവ് നമ്പർ ഗുണിച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്. ആ പോസിറ്റീവിനെ വീണ്ടും ഒരു നെഗറ്റീവ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവായി. സോ ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ ആണോ? സോ നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും, ഡിക്രീസിങ് ആയിരിക്കും. സോ വീണ്ടും അടുത്ത ഇൻ്റർവെൽ നോക്കുക, 0, 1 ആണ്. അപ്പോൾ 0, 1 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ 0ക്കും 1നും ഇടയ്ക്ക് വരുന്ന എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി എന്ത് ചെയ്യുക, ഓരോ ടേമിൻ്റെ സൈൻ നോക്കുക. ആദ്യത്തെ ഫംഗ്ഷൻ 4x ആണ്. ഇവിടെ എക്സിന് വരെ എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റീവ് നമ്പറെ കൊടുക്കുക. സോ എന്തായിരിക്കും, 4x ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും ആദ്യത്തെ ടൈം. വീണ്ടും ഇവിടെ x - 1 ആണ്. ഇവിടെ എക്സിന് കൊടുക്കുന്നത് 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ എന്തായിരിക്കും, അത് 1നേക്കാൾ ചെറുതാണ്. ഇവിടെ കൊടുക്കുന്ന എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ ചെറുതാണ്. അപ്പോൾ 1നേക്കാൾ ചെറുതായ നമ്പറിൽ നിന്നും 1 മൈനസ് ചെയ്ത് എന്തായിരിക്കും, അതൊരു നെഗറ്റീവ് നമ്പറായിരിക്കും. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ നെഗറ്റീവ് ചെയ്യുന്നു, മൈനസ് ചെയ്യാണ്. സോ അത് ഉറപ്പായിട്ടും നെഗറ്റീവ് ആയിരിക്കും. സോ അവിടെ രണ്ടാമത്തെ ഫംഗ്ഷൻ കിട്ടി, നമുക്കിവിടെ നെഗറ്റീവ് എന്ന് കിട്ടി. മൂന്നാമത്തെ ടൈം നോക്കുകയാണെങ്കിൽ x - 2 ആണ്. വീണ്ടും എന്ത് ചെയ്യുന്നു, ഇവിടെ 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു ചെറിയ നമ്പറിൽ നിന്നും 2 ആണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യാണ്. സോ എന്തായിരിക്കും, അത് നെഗറ്റീവ് ആയിരിക്കും. മൂന്നാമത്തെ ടൈം നെഗറ്റീവ് എന്ന് കിട്ടി. പിന്നെ മൊത്തം നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ ടൈം പോസിറ്റീവ്, ഈ 2 നെഗറ്റീവ് കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും, ഇല്ലയോ? അപ്പം പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സോ ലാസ്റ്റ് കിട്ടുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള നമ്പർ ആയിരിക്കും. അതുപോലെ വീണ്ടും എന്ത് ചെയ്യുക, 1, 2 നോക്കുക. ഇപ്പോൾ 1, 2 ആദ്യത്തെ 4x
1നും 2നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ ഇവിടെ എക്സിന് കൊടുത്താലും എന്തായിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ ടൈം നോക്കുകയാണെങ്കിൽ 1നും 2നും ഇടയ്ക്കുള്ള ഒരു നമ്പർ, അപ്പോൾ എന്തായിരിക്കും 1നേക്കാൾ വലുതാണ്. അപ്പോൾ 1നേക്കാൾ വലുതായ ഒരു നമ്പറിൽ നിന്നും 1 മൈനസ് ചെയ്യുന്നു. സോ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സോ അടുത്ത ടൈം നോക്കുക, എന്ത് ചെയ്യുന്നു, 1നും 2നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ്, അതിൽ നിന്നും 2 മൈനസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, മാക്സിമം 2 ആണ്. 2വിനേക്കാൾ ചെറിയ വാല്യൂസേ വരത്തുള്ളൂ, 1നേക്കാൾ വലുതും. അപ്പോൾ 2വിനേക്കാൾ ചെറിയ ഒരു വാല്യൂവിൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായിരിക്കും. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്താൽ അത് നെഗറ്റീവാണ്. സോ എന്തായിരിക്കും, ഈ ഒരു ടേം ഇവിടെ നെഗറ്റീവായിരിക്കും. സോ 2 പോസിറ്റീവും 1 നെഗറ്റീവും ഗുണിച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്. വീണ്ടും അടുത്ത 2, ആണ്. അപ്പോൾ എന്തായിരിക്കും, ആലോചിക്കേണ്ട കാര്യം 2 ഇൻഫിനിറ്റിയിൽ എല്ലാ നമ്പേഴ്സും പോസിറ്റീവാണ്. ആദ്യത്തെ ടൈം പോസിറ്റീവായിരിക്കും, രണ്ടാമത്തെ ടൈം പോസിറ്റീവായിരിക്കും, മൂന്നാമത്തെ ടൈമും പോസിറ്റീവായിരിക്കും. സോ മൊത്തം എന്തായിരിക്കും കിട്ടുന്നത്, പോസിറ്റീവ് എന്നാണ്. ഇവിടെ ആലോചിക്കുക, നമുക്ക് വേണ്ടത് ഇൻക്രീസിങ് ആകുമ്പോഴുള്ള എക്സിൻ്റെ വാല്യൂസാണ്. അപ്പോൾ ഫംഗ്ഷൻ എവിടെയൊക്കെ ഇൻക്രീസിങ് ആകുന്നത്, അതാണ്ട് 0,1ലും അതുപോലെ 2,∞ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്നത്. അവിടെ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയായിരിക്കും, അതാണ്ട് ഈ രണ്ട് ഇൻ്റർവെലിൻ്റെ യൂണിയൻ ആയിരിക്കും. 0,1ൻ്റെയും 2,∞ യൂണിയൻ ആയിരിക്കും മൊത്തം വരിക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 10ാമത്തെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, പ്രൂവ് ദാറ്റ് ദ ലോഗരിതമിക് ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ 0,∞. അപ്പോൾ 0,∞ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ലോഗരിതമിക് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ എന്താണ്, നമ്മുടെ ഫംഗ്ഷൻ f(x) എന്ന് പറയുന്നത് log x ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എന്താണ്, നമുക്കതിൻ്റെ ഇൻക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവായിട്ടുള്ള f' എടുക്കുക. സോ ഇവിടെ f'(x)ൻ്റെ വാല്യൂ log x-ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/x ആണ്. സോ ഇവിടെ f'(x) = 1/x എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന ഇൻ്റർവെൽ 0 മുതൽ ഇൻഫിനിറ്റി വരെ. ഇവിടെ 1/x-നകത്ത് എക്സിന് പകരം കൊടുക്കുന്ന വാല്യൂസ് എല്ലാം 0യ്ക്കും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കുള്ള വാല്യൂസാണ്. സോ എന്തായിരിക്കും, അത് 0 കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് ആയതുകൊണ്ട് എക്സിന് പകരം നമ്മൾ കൊടുക്കുന്ന എല്ലാ വാല്യൂസും എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ കിട്ടുന്ന വാല്യൂ എന്താണ്, 1/x-ൻ്റെ വാല്യൂവും പോസിറ്റീവായിരിക്കും. അത് ഒരിക്കലും എന്താകില്ല, നെഗറ്റീവ് ആകില്ല. സോ നമുക്കിവിടെ പറയാൻ പറ്റും f'(x) എന്തായിരിക്കും, ഓൾവേസ് >0 ആയിരിക്കും ഫോർ എനി എക്സ് ഇൻ 0,∞. സോ എന്തായിരിക്കും, ഫംഗ്ഷൻ f'(x)ൻ്റെ വാല്യൂ >0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്, ഇൻക്രീസിങ് ആണ്. സോ അവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ അടുത്തായിട്ട് ചെയ്യുക 13ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ്റർവെൽസ് ഈസ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ f(x) = x⁻100 + sin x - 1 ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അപ്പോൾ തന്നിരിക്കുന്ന 4 ഇൻ്റർവെല്ലുണ്ട്. 4 ലാസ്റ്റ് ഓപ്ഷൻ നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ ബാക്കി ഒരു 3 ഇൻ്റർവെല്ലുണ്ട്. ഈ 3 ഇൻ്റർവെൽ എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്, x⁻100 + sin x - 1 ആണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇതാണ് f'(x)ൻ്റെ വാല്യൂ. ഇവിടെ ആദ്യമേ x⁻100ൻ്റെ ഡെറിവേറ്റീവ്. ഇവിടെ x⁻n ഫോമാണ്, അത് nx⁻n - 1 ഡെറിവേറ്റീവ്. സോ 100 × x⁻100 - 1 പവറിൽ 99 എന്ന് വരും. അതായിരിക്കും ആദ്യത്തെ ടേമിൻ്റെ ഡെറിവേറ്റീവ്. നടക്കുള്ള പ്ലസ് അതുപോലെ ബാക്കി sin x-ൻ്റെ ഡെറിവേറ്റീവാണ് cos x. ബാക്കി -1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. സോ നമുക്കിവിടെ കിട്ടുന്ന f'(x)ൻ്റെ വാല്യൂ 100 x⁻99 + cos x എന്നായിരിക്കും. സോ ഡെറിവേറ്റീവ് കിട്ടിയതിന് എന്ത് ചെയ്യുക, ഓരോ ഇൻ്റർവെല്ലിനായിട്ട് നമ്മളതിൻ്റെ പോസിറ്റീവാണോ നെഗറ്റീവാണോ ചെക്ക് ചെയ്യാം. സോ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ അതുള്ള ഇൻ്റർവെല്ല് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0,1 ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻ്റർവെല്ല് 0,1, അപ്പോൾ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ എക്സിന് പകരം കൊടുക്കൂ. ഇവിടെ ഉറപ്പായിട്ട് ഇവിടെ x⁻99 ആദ്യത്തെ ടൈം, രണ്ടാമത്തെ ടൈം cos x-ഉമാണ്. സോ ഇവിടെ എന്ത് ചെയ്യുക, എക്സിന് പകരം ഇതിൽ ഏത് വാല്യൂ കൊടുത്താലും ഈ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ f'(x) എന്ന് പറയുന്ന ടൈം എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. ഇതിൽ നെഗറ്റീവ് വാല്യൂസ് ഒന്നും വരുന്നില്ല. സോ എന്താണ്, നമുക്ക് ഈ ഒരു കേസിൽ 0,1ൽ എന്തായിരിക്കും, f'(x)നെ >0 എന്ന് എഴുതാൻ പറ്റും. സോ ഫംഗ്ഷൻ എന്തായി, ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ എന്താണ്, ഇൻക്രീസിങ് ആണെന്ന് കിട്ടി.
രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ π/2 മുതൽ π വരെയാണ്. സോ π/2 മുതൽ π വരെ എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന f'(x)ൻ്റെ സൈൻ നോക്കുക. അപ്പോൾ π/2 മുതൽ π വരെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വാഡ്രൻറ്റുകൾ നോക്കുക. നമ്മൾ ക്വാഡ്രൻറ്റ് നോക്കുകയാണെങ്കിൽ π/2 മുതൽ π വരെ വേണ്ടേ. അപ്പോൾ ഇവിടെ ആദ്യമേ 0 ആണ്, അടുത്ത ഇവിടെ π/2, ഇവിടെ പൈയും ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് വേണ്ടത് π/2 മുതൽ π വരെ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റ് നോക്കുമ്പോൾ ഇവിടെ വരുന്ന ഒരു ടേം cos x ആണ്. അപ്പോൾ cos x എന്താണ് ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നെഗറ്റീവാണ്. പക്ഷേ നിങ്ങൾ ആദ്യത്തെ ടേം നോക്കുക. അപ്പോൾ ഈ ടേം നെഗറ്റീവ് എന്ന് കിട്ടിയാലും ആദ്യത്തെ ടേം 100 × x⁻99 ആണ്. അപ്പോൾ അതിനകത്ത് കൊടുക്കുന്ന ഈ ഒരു ടേമിനകത്ത് എക്സിന് വാല്യൂ കൊടുത്താൽ ഈ കിട്ടുന്ന ടേം എന്ന് വെച്ചാൽ ഒരു വലിയ നമ്പർ ആയിരിക്കും. പക്ഷേ ഇവിടെ cos x-ൻ്റെ വാല്യൂ എന്തായിരിക്കും, എപ്പോഴും -1നും +1നും ഇടയ്ക്കുള്ള വാല്യൂസാണ്. -1നോ +1നോ ഇടയ്ക്കുള്ള വാല്യൂസേ cos x-ന് കിട്ടുള്ളൂ. സോ ഇത്രയും വലിയ ഒരു നമ്പറിൽ നിന്നും നമ്മൾ ചെറിയ -1നും +1നും ഇടയ്ക്കുള്ള ഒരു നമ്പർ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും, അതൊരു പോസിറ്റീവായിരിക്കും. കാര്യം ഈ ടേം ഉറപ്പായിട്ടും പോസിറ്റീവാണ്, ഇത്രയും വലിയ നമ്പറാണ്. അപ്പോൾ അത്രയും വലിയ ഒരു നമ്പറിൽ നിന്നും ഈ ചെറിയ -1നും +1നും ഇടയ്ക്കുള്ള ഒരു നമ്പർ എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന നമ്പർ എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. സോ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, π/2നും πയ്ക്കും ഇടയിലും ഈ കിട്ടിയ f'(x) പോസിറ്റീവാണ്, >0 എന്ന് എഴുതാൻ പറ്റും. സോ എന്തായിരിക്കും, ആ ഒരു ഇൻ്റർവെല്ലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത് ചെക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ മൂന്നാമത്തെ ഇൻ്റർവെൽ ഇതാണ്, 0 മുതൽ π/2 വരെയാണ്. അപ്പോൾ 0 മുതൽ π/2 വരെയുള്ള ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യുക, f'(x)ൻ്റെ സൈൻ നോക്കുക. ഇവിടെ ഉറപ്പായിട്ടും ആദ്യത്തെ ടേം 100 × x⁻99 എന്ന് പറയുന്ന ടേം എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. അപ്പോൾ 0ക്കും π/2നും ഇടയിലുള്ള വാല്യൂസാണ് കൊടുക്കുക. സോ ആദ്യത്തെ ടേം പോസിറ്റീവ് എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, cos x-ൻ്റെ സൈൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം 0 മുതൽ π/2 വരെ എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വാഡ്രൻ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസും പോസിറ്റീവാണ്. സോ എന്തായിരിക്കും, ആദ്യത്തെ ഈ ഒരു ക്വാഡ്രൻറ്റിൽ ഈ ഒരു cos x-ഉം പോസിറ്റീവാണ്. അപ്പോൾ രണ്ട് ടേമും പോസിറ്റീവാണെങ്കിൽ അതിൻ്റെ സമ്മും എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. സോ എന്ത് കിട്ടി നമുക്കിവിടെ, ആ ഒരു ടേം f'(x) ഈ പറയുന്ന 0 മുതൽ π/2 വരെ ഉള്ള ഇൻ്റർവെല്ലിൽ പോസിറ്റീവായിരിക്കും. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ പറഞ്ഞിരിക്കുന്ന 3 ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ ഇൻക്രീസിങ് എന്നാണ് കിട്ടിയത്. സോ എന്തില്ല, ഒരു ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ ഡിക്രീസിങ് അല്ല. സോ നമ്മുടെ ഓപ്ഷൻ ആൻസർ നൺ ഓഫ് ദീസ് ആയിരിക്കും. കാരണം ഒരു ഡിക്രീസിങ് ആകുന്ന ഇൻ്റർവെല്ലാണ് ചോദിച്ചിരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 3 ഇൻ്റർവെല്ലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, prove that the function given by f(x) = log cos x is strictly decreasing on 0, π/2 and strictly increasing on π/2, π. സോ രണ്ട് ഇൻ്റർവെല്ലുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ഇതാണ്. നമുക്ക് f(x)ൻ്റെ വാല്യൂ log cos x എന്നാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ ആദ്യത്തെ ഇൻ്റർവെൽ 0, π/2 ഡിക്രീസിങ് ആണെന്നും അടുത്ത π/2, π എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആണ് എന്നുമാണ് കാണിക്കേണ്ടത്. സോറി, നമുക്ക് എന്താണ്, ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക ആദ്യമേ. അവിടെ f'(x) 0യേക്കാൾ കൂടുതലാണെങ്കിൽ ഇൻക്രീസിങ്ങും 0യേക്കാൾ കുറവാണ്, അതായത് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, ഫംഗ്ഷൻ ഡിക്രീസിങ്ങും ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ നമ്മുടെ f'(x)ൻ്റെ വാല്യൂ അപ്പോൾ ഇവിടെ log cos x ആണ് വരിക. അപ്പോൾ നമുക്കറിയാം log x-ൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ഇവിടെ 1/x, എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ cos x ആയതുകൊണ്ട് എന്ത് ചെയ്യുക, താഴെ cos x എന്ന് വരും, 1/cos x ഇൻറ്റു ഇവിടെ രണ്ടാമത്തെ കോ ഫംഗ്ഷനാണ് cos x. അപ്പോൾ കോ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ cos x-ൻ്റെ ഡെറിവേറ്റീവാണ് -sin x. അപ്പോൾ -sin x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നെഗറ്റീവ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നോക്കുക, ഇവിടെ sin x-ഉം താഴെ ഒരു cos x-ഉമാണ്. അപ്പോൾ sin/cosൻ്റെ വാല്യൂ tan ആയതുകൊണ്ട് എന്ത് ചെയ്യാം, അതിന് പകരം നമുക്ക് tan x എന്ന് കൊടുക്കാം. സോ ഇവിടെ കിട്ടുന്ന f'(x)ൻ്റെ വാല്യൂ -tan x എന്ന് കിട്ടി. എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഇൻ്റർവെല്ലിലും -tan x-ൻ്റെ സൈൻ നോക്കുക. അപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെ ഇൻ്റർവെൽ നോക്കുകയാണെങ്കിൽ അത് 0 മുതൽ π/2 വരെയാണ്. വീണ്ടും എന്ത് ചെയ്യുക, നമ്മളെ ക്വാഡ്രൻ്റ് നോക്കുക. ക്വാഡ്രൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ 0 മുതൽ π/2 വരെയാണ്. അപ്പോൾ 0 മുതൽ π/2 വരെ, അടുത്തത് π ആണ്. സോ നോക്കുക, ഇവിടെ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് 0 മുതൽ π/2 വരെ ഡിക്രീസിങ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 0 മുതൽ π/2 വരെ എന്ന് പറയുമ്പോൾ
എന്തായിരിക്കും, ഇവിടെ ഒന്നാമത്തെ ക്വാഡ്രൻ്റാണ്, അവിടെ എല്ലാം ഓൾ ഫങ്ഷൻസ് ആർ പോസിറ്റീവ് എന്നാണ്. ഇവിടെയുള്ള എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവ്, അതായത് tan x എന്താണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവാണ്. അപ്പോൾ നോക്കുക, അവിടെ നെഗറ്റീവ് ഓഫ് ഒരു നെഗറ്റീവ് ഓൾറെഡി ഇവിടെ ഉണ്ടായി, ക്വസ്റ്റിനകത്തുള്ള നെഗറ്റീവാണ്. നെഗറ്റീവ് ഓഫ് ബാക്കി വരുന്ന tan എക്സിൻ്റെ 0 മുതൽ π/2 വരെയുള്ള ഇൻ്റർവെല്ലിൽ tan x പോസിറ്റീവാണ്. അവിടെ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് വരും, റിസൾട്ട് എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് തന്നെയാണ്. സോ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഫംഗ്ഷൻ ഡിക്രീസിങ് എന്നാണ്. അപ്പോൾ അവിടെ 0 മുതൽ π/2 വരെ മൈനസ് tan എക്സിൻ്റെ ലാസ്റ്റ് സൈൻ എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് ഫംഗ്ഷൻ എന്തായിപ്പോയി, ഡിക്രീസിങ് ആയി. സോ വീണ്ടും നോക്കുക, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ π/2, π. അപ്പോൾ π/2, π എന്ന് പറയുന്നത് അവിടെ രണ്ടാമത്തെ എന്താണ് ക്വാഡ്രൻ്റാണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് നമുക്കറിയാം, അവിടെ സൈനും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി എല്ലാം നെഗറ്റീവാണ്. അപ്പം ബാക്കിയെല്ലാം എന്ന് പറയുമ്പോൾ ടാൻ എന്താണ്, ഈ ക്വാഡ്രൻ്റിൽ സെക്കൻഡ് ക്വാഡ്രൻ്റിൽ ടാൻ നെഗറ്റീവാണ്. അപ്പോൾ നോക്കുക, അവിടെ ഉള്ളത് മൈനസ് tan x എന്നാണ്. അപ്പോൾ സൈൻ നോക്കുമ്പോൾ നെഗറ്റീവ് ഓഫ് ഓൾറെഡി ഉള്ള നെഗറ്റീവാണ്. ബാക്കി tan xൻ്റെ സൈൻ നോക്കുക, tan xൻ്റെ രണ്ടാമത്തെ ക്വാഡ്രൻ്റിലെ സൈൻ നെഗറ്റീവാണ്. അപ്പോൾ എന്തുവാ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് വരും, അത് പോസിറ്റീവാണ്. സോ എന്തായിപ്പോയി, π/2 മുതൽ π വരെ മൈനസ് tan xൻ്റെ സൈൻ പോസിറ്റീവാണ്. പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് ഇൻക്രീസിങ് എന്നാണ്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. സോ എന്തായി, അവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി പഠിക്കാനുള്ളത് ടാൻജൻസ് ആൻഡ് നോർമൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ടാൻജൻ്റ് എന്നും അതുപോലെ നോർമൽ എന്താണെന്നും നോക്കാം. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കർവ് എടുക്കുക, നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കർവുണ്ട്, ഇതായി കാണിച്ചിരിക്കുന്ന ഒരു കർവാണ്. ഇത് y=f(x) എന്ന് പറയുന്ന ഒരു കർവാണ്. അപ്പോൾ ഈ കർവിലെ P എന്ന് പറയുന്ന ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻറ്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് PQ എന്ന് പറയുന്നത്, നമുക്ക് കാണാൻ പറ്റും. സോ ഈ y=f(x) എന്ന് പറയുന്ന കർവിലൂടെ P എന്ന് പറയുന്ന ഒരു ഒറ്റ പോയിൻ്റ് കൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് PQ എന്ന് പറയുക. സോ നമ്മുടെ ഈ ഒരു PQ എന്ന് പറയുന്ന ലൈനെ നമുക്ക് ഈ കർവിൻ്റെ ടാൻജൻറ്റ് എന്ന് വിളിക്കാൻ പറ്റും. കാരണം ഇതാണ്, അതായത് ഒരു ടാൻജൻറ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കർവിലെ ഏതെങ്കിലും ഒരു ഒറ്റ പോയിൻറ്റിലൂടെ മാത്രം പാസ് ചെയ്തു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതിനെയാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയുക. സോ ഈ ഒരു കർവ് ഉണ്ട് ഇവിടെ, y=f(x) എന്ന് പറയുന്ന ഒരു കർവാണ്. ആ കർവിലെ P എന്ന് പറയുന്ന ഒരു ഒറ്റ പോയിൻറ്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് PQ എന്ന് പറയുക. നമുക്ക് പറയാൻ പറ്റും എന്താണ്, PQ എന്ന് പറയുന്നത് ഈ y=f(x) എന്ന് പറയുന്ന കർവിൻ്റെ ടാൻജൻ്റ് ആണ്. ഇതാണ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അതിൻ്റെ കൂടെ വരുന്നതാണ് നോർമൽ. അതായത് ടാൻജൻറ്റ് പാസ് ചെയ്തു പോകുന്ന പോയിൻറ്റിൽ, ഇവിടെ P എന്ന് പറഞ്ഞ പോയിൻ്റാണ്, അതേ പോയിൻറ്റിൽ ടാൻജൻറ്റിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലാർ, ഓക്കെ, ആ P എന്ന് പറയുന്ന പോയിൻറ്റിൽ ടാൻജൻറ്റിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലാർ ലൈനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയാം. ഇവിടെ PR എന്ന് പറയുന്ന ഈ ഒരു ലൈനാണ് ഇവിടെ നോർമൽ. ഇത്രയേ ഉള്ളൂ ടാൻജൻറ്റും നോർമലും. അപ്പോൾ ടാൻജൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കർവ്, ആ കർവിൽ ഒരു ഒറ്റ പോയിൻറ്റിലൂടെ മാത്രം പാസ് ചെയ്ത് പോകുന്നു, രണ്ട് പോയിൻറ്റ് ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളെ ഇവിടെ ഇങ്ങനെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പോയിൻറ്റ് ടച്ച് ചെയ്യും, അതെന്തല്ല, ടാൻജൻറ്റ് അല്ല. ഏതെങ്കിലും ഒരു ഒറ്റ പോയിൻറ്റിൽ മാത്രം ടച്ച് ചെയ്ത് പാസ് ചെയ്ത് പോകുന്ന ഒരു നേർരേഖയാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയാം. ആ ടാൻജൻറ്റ് ആ കർവിനെ എവിടെ ടച്ച് ചെയ്യുന്നു, ആ പോയിൻറ്റിൽ ടാൻജൻറ്റിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലാറിനെയാണ് നോർമൽ എന്ന് പറയാം. ഇതാണ് ടാൻജൻറ്റും നോർമലും. നിങ്ങൾ അറിയേണ്ട കാര്യം, ഇവിടെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റും അതുപോലെ സ്ലോപ്പ് ഓഫ് ദ നോർമലും ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഇക്വേഷനാണ് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന കർവ് y=f(x) ആണെങ്കിൽ y' അല്ലെങ്കിൽ f'(x) ആണ് എന്ത്, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. f'(x) അല്ലെങ്കിൽ dy/dx തന്നിരിക്കുന്ന കർവിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. തന്നിരിക്കുന്ന കർവിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് കിട്ടും. ഇനി സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്ന് പറയുന്നത് -1 സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ആണ്. അപ്പോൾ നമ്മളെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റിനെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് സ്ലോപ്പ് ഓഫ് ദ നോർമൽ കിട്ടും. അപ്പോൾ ഓർത്തിരിക്കുക, രണ്ട് ഇക്വേഷൻ. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, f'(x) അല്ലെങ്കിൽ dy/dx ആണ്. ഇനി -1 dy/dx അല്ലെങ്കിൽ -1 f'(x), അതാണ് -1 സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. സോ അതാണ് എന്ത് പറയുക, നമ്മൾ സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റും ഉണ്ട്, നോർമലിൻ്റെയും സ്ലോപ്പ് കിട്ടി. അടുത്തായിട്ട് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റും ഉണ്ട്, ഇക്വേഷൻ ഓഫ് നോർമലും ഉണ്ട്.
ടാൻജൻറ്റിൻ്റെയും അതുപോലെ നോർമലിൻ്റെയും ഇക്വേഷൻ പഠിക്കണം. സോ ഇവിടെ ഈ പാസ് ചെയ്തു പോകുന്ന പോയിൻ്റ് പി, ഈ പോയിക്ക് നമ്മളാണ് കോർഡിനേറ്റ് എടുക്കുകയാണ് x1 y1 എന്ന്. അപ്പോൾ x1, y1 എന്ന് പറയുന്ന ഒരു പോയിൻറ്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ അതാണ് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. നിങ്ങൾ ഈ ഇക്വേഷൻ കഴിഞ്ഞ വർഷം കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ എന്താണ് ഒരു പോയിൻറ്റും സ്ലോപ്പും തന്നു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ ഇക്വേഷനാണത്. അത് തന്നെ എഴുതിയേക്കുക. അതുപോലെ x1 y1 എന്ന് പറയുന്ന പോയിൻറ്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ടാൻജൻറ്റിൻ്റെ ഇക്വേഷനാണ് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അവിടെ x1ഉം y1ഉം പാസ് ചെയ്തു പോകുന്ന പോയിൻ്റാണ്. m എന്ന് വെച്ചാൽ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് m. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു f' അല്ലെങ്കിൽ dy/dx ആണ്. അതുപോലെ ഇക്വേഷൻ ഓഫ് ദ നോർമൽ എന്ന് പറയുന്നത് ഇവിടെ കിട്ടുക y മൈനസ് y1 ഈക്വൽ ടു -1/m ഇൻറ്റു എക്സ് മൈനസ് x1. അതാണ് മാറ്റം. ബാക്കിയെല്ലാം അതുപോലെ ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? -1/m എന്ന് വരും. ഇപ്പോൾ എന്ത് ചെയ്യുക? -1/, ആ സ്ലോപ്പ് അവിടെ സ്ലോപ്പ് എഴുതുക, അതിന് ഇൻറ്റു എക്സ് മൈനസ് x1. അതാണ് ഇക്വേഷൻ ഓഫ് ദ നോർമൽ എന്ന് പറയുന്നത്. y മൈനസ് y1 ഇൻറ്റു -1/m ഇൻറ്റു എക്സ് മൈനസ് x1. ഓക്കെ, ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റും ഇക്വേഷൻ ഓഫ് ദ നോർമൽ. ഈ 4 ഇക്വേഷൻ ഉണ്ട്, അത് പഠിച്ചു വെച്ചേക്കുക, കുറച്ച് ചെയ്യുമ്പോൾ വേണം. സോ ഇതാണ് നമ്മുടെ ടാൻജൻറ്റ് ആൻഡ് നോർമൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ എക്സസൈസ് 6.3 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്യാം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു ദ കർവ് y ഈക്വൽ ടു 3x⁴ മൈനസ് 4x അറ്റ് x ഈക്വൽ ടു 4. ഇതാണ് ചോദ്യം. നമുക്ക് വേണ്ടത് തന്നിരിക്കുന്ന ഒരു കർവുണ്ട്, y ഈക്വൽ ടു 3x⁴ മൈനസ് 4x ആണ് തന്നിരിക്കുന്ന കർവ്. ആ കർവിൻ്റെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റ് ആണ് വേണ്ടത്. നമ്മൾ പഠിച്ചു, ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ y ഈക്വൽ ടു f(x) എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ നിന്നും സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? f' ആണ്, അല്ലെങ്കിൽ dy/dx ആണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? തന്നേക്കുന്ന ഇക്വേഷനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, അതായത് ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് കിട്ടും. സോ തന്നിരിക്കുന്ന കർവ് y ഈക്വൽ ടു 3x⁴ മൈനസ് 4x ആണ്. സോ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഇക്വേഷനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ dy/dx ഈക്വൽ ടു ഇവിടെ 3 ഇൻറ്റു x⁴ ഡെറിവേറ്റീവ് 4x³ എന്ന് വരും. സോ 3 ഇൻറ്റു 4x³ എന്ന് വന്നു, നടുക്കുള്ള മൈനസ്. അതുപോലെ ബാക്കി 4 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 4 ഇൻറ്റു 1 ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 3 ഇൻറ്റു 4 12 എന്ന് വരും. ബാക്കിയുള്ള x³ അതുപോലെ, ബാക്കി മൈനസ് 4 ഇൻറ്റു 1 4 എന്ന് വന്നു. സോ അവിടെ dy/dxൻ്റെ വാല്യൂ കിട്ടി 12x³ മൈനസ് 4 ആണ് dy/dx. അതാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. പക്ഷേ ക്വസ്റ്റിന് ബാക്കി പറയുന്നുണ്ട് അറ്റ് x ഈക്വൽ ടു 4. അപ്പോൾ x ഈക്വൽ ടു 4 എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിൻറ്റിലെ സ്ലോപ്പാണ് വേണ്ടത്. സോ എന്ത് ചെയ്യുക? ഈ കിട്ടിയ ഡെറിവേറ്റീവിനകത്ത് dy/dxൽ എക്സിന് പകരം എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം എക്സിന് പകരം എന്ത് കൊടുക്കുക? തന്നേക്കുന്ന 4 കൊടുക്കുക. സോ dy/dx അറ്റ് x ഈക്വൽ ടു 4 ഈക്വൽ ടു എന്ത് വരും? 12 ഇൻറ്റു ബാക്കി ഈ ഒരു x³ എക്സിന് പകരം 4 കൊടുത്തു കഴിഞ്ഞാൽ 4³ എന്ന് വരും, മൈനസ് വീണ്ടും ബാക്കിയുള്ള 4 അതുപോലെ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 12 ഇൻറ്റു 4³ 64 ആണ്. സോ മൈനസ് 4 ചെയ്യുമ്പോഴത്തേക്ക് 764 കിട്ടും. സോ ഇത്രയായിരിക്കും നമുക്ക് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് അറ്റ് x ഈക്വൽ ടു 4 എന്ന് പറയുന്നത് 764 ആണ്. ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തായിട്ട് ചെയ്യുക മൂന്നാമത്തെ ചോദ്യമാണ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു ദ കർവ് y ഈക്വൽ ടു x³ മൈനസ് എക്സ് പ്ലസ് 1 അറ്റ് ദ പോയിൻറ്റ്സ് ഹൂസ് x കോർഡിനേറ്റ് ഈസ് 2. അപ്പോൾ വീണ്ടും ഒരു കർവുണ്ട്, y ഈക്വൽ ടു x³ മൈനസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന കർവിൻ്റെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അറ്റ് ദ പോയിൻറ്റ് ഹൂസ് x കോർഡിനേറ്റ് ഈസ് 2. അപ്പോൾ ഏത് പോയിൻറ്റിലാണ്? ടാൻജൻറ്റ് പാസ് ചെയ്ത് പോകുന്ന പോയിൻറ്റിലെ എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തേ ഉള്ളൂ? ഇത് അറ്റ് പോയിൻറ്റ് x ഈക്വൽ ടു അത് തന്നെയാണ് പറഞ്ഞിരിക്കുക. എക്സിൻ്റെ വാല്യൂ 2 ആണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? ലാസ്റ്റ് നമ്മൾ dy/dx കണ്ടുപിടിച്ച ശേഷം കിട്ടുന്ന വാല്യൂവിനകത്ത് എക്സിൻ്റെ പകരം എന്തെന്ന് കൊടുക്കുക? 2 എന്ന് കൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്യും? നമ്മൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റ് ആണ് വേണ്ടത്. നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, f'(x) ആണ്. സോ തന്നിരിക്കുന്ന കർവിനെ നമ്മളങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. തന്നിരിക്കുന്ന കർവ് y ഡെറിവേറ്റീവ് dy/dx എന്ന് കിട്ടും. ഇവിടെ റൈറ്റ് സൈഡിലുള്ളത് x³ ആണ്. x³ ഡെറിവേറ്റീവ് 3x² മൈനസ് ബാക്കിയുള്ളത് x ആണ്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എന്ന് വരും. ലാസ്റ്റുള്ളത് +1 ആണ്.
അപ്പോൾ 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എന്തായിപ്പോയി 0 ആയിപ്പോയി. അവിടെ കിട്ടിയ dy/dxൻ്റെ വാല്യൂ 3x² മൈനസ് 1 ആണ്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് അറ്റ് x=2 സ്ലോപ്പാണ് വേണ്ടത്. സോ ഈ കിട്ടിയ ടേമിനകത്ത് എക്സ് എവിടെ ഉണ്ടോ അവിടെ എന്തെടുക്കുക, എക്സിന് പകരം 2 എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ എക്സിന് പകരം 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ dy/dx അറ്റ് x=2 എന്ന് വെച്ചാൽ 3 ഇവിടെ എക്സിന് 2 കൊടുത്താൽ 2² എന്ന് വരും, -1 അതുപോലെ. സോ ഒന്ന് സോൾവ് ചെയ്യുക. 3 × 2² 4 ആണ്. 3 4 12, 12 - 1 11 കിട്ടും. സോ 11 ആയിരിക്കും നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. അതൊന്ന് ചെയ്ത് നോക്കുക ബാക്കി. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 5ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ നോർമൽ ടു ദ കർവ് x=a cos³ θ, y=a sin³ θ അറ്റ് θ π/4. ഇതാണ് തന്നേക്കുന്ന ചോദ്യം. ഇവിടെ വേണ്ടത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ നോർമലാണ്. നേരെ ചെയ്തത് ടാൻജൻ്റ് ആയിരുന്നു, ഇവിടെ വേണ്ടത് സ്ലോപ്പ് ഓഫ് ദ നോർമലാണ്. പക്ഷേ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം എന്താണ്, ഇവിടെ ഡയറക്റ്റ് നമുക്ക് dy/dx എടുക്കാൻ പറ്റില്ല. ആദ്യമേ എക്സിനെ തീറ്റയുടെ ഫോമിലും അതുപോലെ എന്താ വൈനെ എന്താണ് തീറ്റയിലാണ് തന്നേക്കുക. സോ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ മെത്തേഡ് ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടാവും. അപ്പോൾ ആദ്യമേ നമുക്കിവിടെ എക്സിന് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dx/dθ കിട്ടും. അതുപോലെ വൈനെയും എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy/dθ കിട്ടും. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ dy/dθയെ dx/dθ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ ലാസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും, dy/dx കിട്ടും. അതായിരിക്കും സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. അതിൽ എന്ത് ചെയ്യുക, വീണ്ടും സ്ലോപ്പ് ഓഫ് ദ നോർമലിലേക്ക് എത്തുക. ഇതാണ് ചെയ്യുന്ന സ്റ്റെപ്പ്. സോ ആദ്യം എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന എക്സിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് dx/dθ എന്ന് വരും. ബാക്കി ഇവിടെ എ കോൺസ്റ്റൻ്റ് ആണ്, എ അതുപോലെ എഴുതുക. ബാക്കി വരുന്നത് cos³ തീറ്റയാണ്. ഇവിടെ ആദ്യം നോക്കുകയാണെങ്കിൽ x⁻n ഫോമാണ്. അപ്പോൾ അവിടെ എന്ത് വരും, cos³ തീറ്റയുടെ ഡെറിവേറ്റീവ് 3 cos² θ. ഓക്കെ, അതാണ് ആദ്യമേ 3യും cos² θയും തീർന്നില്ല. ബാക്കി ഇവിടെ ഫംഗ്ഷൻ ആയിട്ടുള്ള cos θ ഉണ്ട്. അപ്പം cos θയുടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് -sin θ ആണ്. അപ്പം cos θയുടെ ഡെറിവേറ്റീവ് ആണ് -sin θ എന്ന് വന്നു. ഓക്കെ ആണോ? സോ ഒന്ന് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ -3a cos² θ sin θ എന്ന് വരും. -3a cos² θ sin θ എന്ന് കിട്ടി dx/dθയുടെ വാല്യൂ. ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മുടെ വൈനെയും വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ dy/dθ ആണ്. സോ ഇവിടെ റൈറ്റ് സൈഡ് a sin³ θയാണ്. അതിൽ a കോൺസ്റ്റൻറ്റ്, a അതുപോലെ എഴുതുക. ബാക്കിയുള്ളത് sin³ θയാണ്. വീട് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതും x³ എന്ന് പറഞ്ഞ ഫോമിലാണ്. സോ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് 3x² ആണ്. എക്സിന് പകരം sin θ. അപ്പോൾ 3 sin² θ എന്ന് വരും. sin³ θയുടെ ഡെറിവേറ്റീവ് അപ്പോൾ എന്ത് വന്നു, 3 sin² θ വന്നു. തീർന്നില്ല. ബാക്കിയുള്ള sin θയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ sin θയുടെ ഡെറിവേറ്റീവാണ് cos θ. cos θ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ലാസ്റ്റ് കിട്ടുന്നത് 3a sin² θ cos θ എന്നാണ് dy/dθ കിട്ടുക. സോ എന്ത് ചെയ്തു, dx/dθയുമായി അതുപോലെ dy/dθയുമായി എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. നമ്മുടെ dy/dx എന്ന് പറയുന്നത് dy/dθ ഹോൾ ബൈ dx/dθ ആണ്. സോ എന്ത് ചെയ്യുന്നു, ഇവിടെ വാല്യൂ എടുക്കുകയാണെങ്കിൽ 3a sin² θ ഇൻറ്റു cos θ ഹോൾ ബൈ -3a cos² θ ഇൻറ്റു sin θ എന്ന് വരും. ഇവിടുന്ന് നമ്മുടെ 3aയും കട്ടായിപ്പോയി. ഇവിടുന്ന് ഒരു cos θയും പോവും. ഇവിടെ cos സ്ക്വയറിൻ്റെ ആ സ്ക്വയറും കട്ടായി. അതുപോലെ sin സ്ക്വയറിലെ ആ സ്ക്വയറും താഴെയുള്ള sin θയും കട്ടായിപ്പോയി. ബാക്കി വരിക മേളിലൊരു sin θയും കാണും, താഴെ ഒരു cos θയും ഒരു നെഗറ്റീവും ഉണ്ട്. സോ sin/cos tan ആയതുകൊണ്ട് tan θ എന്ന് വരും, നെഗറ്റീവും കൊടുത്തു. സോ ഇവിടെ കിട്ടിയ dy/dxൻ്റെ വാല്യൂ -tan θ ആണ്. പക്ഷേ നിങ്ങൾക്കറിയാം dy/dx എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ലോപ്പാണ്, ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. നമുക്ക് വേണ്ട എന്താണ്, നോർമലിൻ്റെ സ്ലോപ്പാണ് വേണ്ടേ. അപ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു, -1 സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് ആണ് നോർമലിൻ്റെ സ്ലോപ്പ്. സോ എന്ത് ചെയ്യുക, ഈ കിട്ടിയ ടാൻജൻറ്റിനെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുമൊരു കാര്യം ചെയ്യണം, അറ്റ് x π/4 എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ കിട്ടിയ dy/dxൽ ഇവിടെ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക, π/4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ -tan π/4 എന്ന് വരും. സോ -tan π/4ൻ്റെ വാല്യൂ കൊടുക്കണം. അപ്പോൾ അവിടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, -1 dy/dx എന്നാണ്. അപ്പോൾ -1
മൈനസ് ഓഫ് dy/dx കിട്ടിയത് മൈനസ് ടാൻ തീറ്റയാണ്. മൈനസ് ടാൻ തീറ്റയ്ക്ക് പകരം π/4 കൊടുത്തു. സോ ഇവിടെ ടാൻ π/4ൻ്റെ വാല്യൂ 1 ആണ്. സോ ഈ ടൈം 1 എന്ന് വരും. മുകളിലും താഴെയും നെഗറ്റീവ് ഉള്ളതുകൊണ്ട് എന്താ ഈ രണ്ട് നെഗറ്റീവും കൂടെ പോസിറ്റീവായിട്ട് ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് 1 എന്നാണ്. ഇത്രയുള്ളൂ ചെയ്യാനായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 6ാമത്തെ ചോദ്യമാണ്. അപ്പോൾ 6ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ നോർമൽ ടു ദ കർവ് x = 1 - a sin θ y = b cos square θ at θ = π/2. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ വേണ്ടത് നോർമലിൻ്റെ സ്ലോപ്പാണ് വേണ്ടത്. ഓക്കെ, തന്നേക്കുന്ന രണ്ട് ഇക്വേഷനായിട്ടാണ് തന്നേക്കുക. എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ രണ്ട് ഇക്വേഷന് തീറ്റ എന്ന് പറയുന്ന പാരാമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്തേക്കുക. സോ എന്താണിത്? പാരാമെട്രിക് ഡിഫറൻസിയേഷനാണ് ഇവിടെ dy/dx കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. സോ നമുക്ക് വേണ്ടത് എന്താണ്? നോർമലിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ എന്ത് വേണം? ആദ്യമേ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്നും dy/dxൻ്റെ വാല്യൂ വേണം. അതിനുവേണ്ടി തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻ എക്സിനെയും വൈയെയും ഇവിടുത്തെ പാരാമീറ്ററായിട്ടുള്ള തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. x = 1 - a sin θ. ഇതിനെന്ത് ചെയ്യുന്നു? വിത്ത് റെസ്പെക്റ്റ് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് dx/dθ = 1 ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. 0 മൈനസ് ബാക്കിയുള്ള a കോൺസ്റ്റൻ്റ്. അതുപോലെ വീണ്ടും സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റയാണ് വിത്ത് റെസ്പെക്റ്റ് ടു തീറ്റയിൽ. സോ എന്ത് കൊടുത്തു? ഇവിടെ സൈൻ തീറ്റയ്ക്ക് ഡെറിവേറ്റീവായിട്ട് കോസ് തീറ്റ കൊടുത്തു. അപ്പോൾ ഇവിടെ മൈനസ് അപ്ലൈ ആണെങ്കിൽ 0 പോയി. ബാക്കിയുള്ളത് മൈനസ് a കോസ് തീറ്റയാണ് dx/dθയുടെ വാല്യൂ. വീണ്ടും രണ്ടാമത്തെ ഇക്വേഷൻ ഇതായിരുന്നു. y = b × cos square തീറ്റയാണ്. ഇതെന്ത് ചെയ്യുന്നു? വീണ്ടും വിത്ത് റെസ്പെക്റ്റ് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ വൈയുടെ ഡെറിവേറ്റീവാണ് വിത്ത് റെസ്പെക്റ്റ് ടു തീറ്റയിൽ dy/dθ എന്ന് വരും. വീണ്ടും റൈറ്റ് സൈഡ് b കോൺസ്റ്റൻറ്റ്. അതുപോലെ വീണ്ടും കോസ് സ്ക്വയർ തീറ്റയുടെ ഡെറിവേറ്റീവാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ആദ്യമേ x² ഫോമാണ്. അപ്പോൾ അതിന് ഡെറിവേറ്റീവാണ് 2x. അപ്പോൾ എന്ത് വരും? 2 കോസ് തീറ്റ എന്ന് വരും. 2 കോസ് തീറ്റ എന്ന് വന്നു, തീർന്നില്ല. വീണ്ടും രണ്ടാമത്തെ എന്തുണ്ട്? കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവാണ് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ ആ മൈനസ് സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒന്ന് ഒരുമിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ -2b സൈൻ തീറ്റ × കോസ് തീറ്റ എന്ന് വരും dy/dθയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണ്ടത് dy/dx ആണ് വേണ്ടത്. സോ എന്ത് ചെയ്യുന്നു? dy/dθയെ dx/dθ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്നത് dy/dx ആയിരിക്കും. സോ ഇവിടെ dy/dθയ്ക്ക് വാല്യൂ എടുക്കുകയാണെങ്കിൽ -2b × കോസ് തീറ്റ × സൈൻ തീറ്റയാണ്. അതുപോലെ dx/dθയ്ക്ക് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ -a × കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കളയാനായിട്ട് ഒരു കോസ് തീറ്റയും കട്ടായിപ്പോയി. ഇവിടുന്ന് നെഗറ്റീവും കൂടെ പോസിറ്റീവാകും. ബാക്കി ഉള്ള ടേം 2b/a ആദ്യത്തെ ടേമും ബാക്കി ഇവിടെ വരിക ഒരു സൈൻ തീറ്റ മുകളിലുണ്ട്. ഓക്കെ, അപ്പോൾ 2b/a × സൈൻ തീറ്റയാണ് dy/dx കിട്ടുക. ഇതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് dy/dx. നമുക്ക് വേണ്ടത് നോർമലിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യുക? -1/m അതാണ് എന്ത് നമ്മുടെ നോർമലിൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. സോ എന്ത് ചെയ്യുന്നു? -1/dy/dx at θ = π/2 ആണ്. കാര്യം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. at θ = π/2 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള സ്ലോപ്പാണ് വേണ്ടത്. സോ എന്ത് ചെയ്യുന്നു? ഇവിടെ വാല്യൂ എടുക്കുകയാണെങ്കിൽ -1/dy/dxന് പകരം 2b/a × സൈൻ തീറ്റ എന്നാണ്. അവിടെ തീറ്റയ്ക്ക് വരുന്നത് കൊടുക്കുക, നമ്മുടെ π/2 കൊടുക്കുക. അപ്പോൾ സൈൻ π/2 എന്ന് വരും. സോ -1/2b/a. അതുപോലെ ബാക്കി ഇവിടെ ഉള്ളത് സൈൻ π/2 ആണ്. അപ്പോൾ സൈൻ π/2ൻ്റെ വാല്യൂ 1 ആണ്. സോ എന്ത് ചെയ്യിപ്പോയി? ഈ ഒരു ടൈം 1 ആയിപ്പോയാൽ ബാക്കി -1/2b ഈ താഴെയുള്ള ഹോൾ/a എന്ത് ചെയ്യും? അങ്ങ് മുകളിൽ പോയി മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ -a/2b എന്ന് വരും അതിൻ്റെ ആൻസർ. ചെയ്ത് നോക്കുക.